നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകരെയും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൊല്ലവർഷം 1202 ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പുണർദം നക്ഷത്രക്കാരുടെ പുതിയ മലയാള വർഷത്തെ ഫലങ്ങളാണ് നോക്കാനുള്ളത്. 2026 ഓഗസ്റ്റ് 17 മുതലാണ് പുതിയ മലയാള വർഷം ആരംഭിക്കുന്നത്. അതായത് കൊല്ലവർഷം 1202 ആരംഭിക്കുന്നത്. പുണർദം നക്ഷത്രം മിഥുനം കർക്കിടകം കൂറുകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ആദ്യത്തെ മുക്കാൽ ഭാഗം മിഥുനക്കൂറിലും അവസാന പാദം കർക്കിടകക്കൂറിലുമാണ്. പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ വ്യാഴം ഉച്ചരാശി സ്ഥിതനായിട്ട് 2ാം ഭാവത്തിലാണ്. വ്യാപാരം, വ്യവസായം തുടങ്ങിയവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. സമ്മിശ്ര ഫലങ്ങൾ ആണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. സംരംഭങ്ങൾ തുടങ്ങാൻ അവസരം വന്നെത്തുന്നതാണ്. അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനും സാധിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ നല്ല രീതിയിൽ പുരോഗമിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചെറുകിട വ്യാപാരികൾക്ക് അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യതയുണ്ട്. ഏജൻസികളിലൂടെ വരുമാനം ഉയരുന്നതായിരിക്കും. ഏജൻസി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വരുമാനം കൂടും. അപ്രതീക്ഷിതമായ ധനലാഭത്തിന് ചില സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ കുടുംബ ബന്ധങ്ങൾ കുറച്ചുകൂടെ ദൃഢമാകും. സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള കാര്യം ഉടനെയൊന്നും സാധിച്ചു കിട്ടുകയില്ല. അതിനുള്ള ഗൃഹാവസ്ഥ ഈ സമയത്ത് ഇല്ല. എന്നാൽ പൂർവിക സ്വത്തായിട്ടൊരു വീട് കിട്ടാൻ സാധ്യത ഉണ്ട് തന്നെ. പിന്നെ വാഹന ലാഭവും പുതിയ വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ആഗ്രഹമൊക്കെ സാധിക്കുകയും ചെയ്യും. ബന്ധുക്കളുമായിട്ടുള്ള വിരോധം കുറേയൊക്കെ നീങ്ങിയിട്ട് ഇണക്കത്തിലാകും. ഒരുമിച്ച് ചില മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും സാധ്യതയുണ്ട്. തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പ്രണയികൾക്ക് ഈ കാലം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. മിഥുനക്കൂറിൽപ്പെട്ട പുണർദം നക്ഷത്രക്കാർക്ക് വിദേശ യാത്രയ്ക്കുള്ള സാഹചര്യം സംജാതമാകുന്നതാണ്. കർമ്മഭാവമായ 10ാം ഭാവത്തിലാണ് വർഷം മുഴുവൻ ശനി സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് സമ്മിശ്ര ഫലമേ കിട്ടൂ എന്ന് പറഞ്ഞത്. വ്യാഴം അനുകൂലമായിട്ട് വന്നാലും സമ്മിശ്ര ഫലത്തിനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും നേരിട്ടേക്കും. ശനി കർമ്മഭാവത്തിലായതുകൊണ്ട് സഹപ്രവർത്തകരിൽ ചിലരുടെ പെരുമാറ്റം വളരെ അരോചകമായിട്ട് തോന്നിയേക്കാം. ചെറിയ വാക്തർക്കത്തിനും സാധ്യതയുണ്ട്. സർക്കാർ ജോലി ലഭിക്കാൻ കുറേ അധികം ശ്രമിക്കേണ്ട അവസ്ഥയുണ്ടാകും. ജോലി സ്ഥലത്ത് മേലുദ്യോഗസ്ഥർക്ക് അതൃപ്തി ഉണ്ടാകാനും സാധ്യതയുണ്ട്. നമ്മുടെ അറിവോടുകൂടിയായിരിക്കില്ല, എങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണം വന്ന് ഭവിച്ച് മേലുദ്യോഗസ്ഥർക്ക് അതൃപ്തി നേരിട്ടേക്കാം. എങ്കിലും മീനരാശിയിലെ ശനിക്ക് വ്യാഴദൃഷ്ടി ഉള്ളതുകൊണ്ട് കാര്യമായ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്നത് വളരെ ആശ്വാസകരമാണ്. വരുന്ന മലയാള പുതുവർഷത്തിൽ പൈതൃക സ്വത്ത് നിയമപരമായിട്ട് ലഭിക്കും. വർഷാദ്യം 10ാം ഭാവത്തിൽ ശനിയും 9ൽ രാഹുവും സഞ്ചരിക്കുകയാണ്. 9ലെ രാഹു ചെറിയ ചില നേട്ടങ്ങൾ നൽകുന്നതാണ്. വിദേശയാത്രയ്ക്കോ അന്യദേശ യാത്രയ്ക്കോ ഒക്കെ സാധ്യതയുണ്ട്. കേതു ആ സമയത്ത് 3ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. അതുകൂടാതെ 3ലെ കേതു ചെയ്യുന്ന ചില പ്രത്യേക പ്രവൃത്തികളുണ്ട്. മല കയറുക, സാഹസ പ്രവൃത്തികൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പ്രേരണ ഈ കേതു ഉണ്ടാക്കും. ഒരുപക്ഷെ വിനോദയാത്രയായിരിക്കും. കുറച്ച് റിസ്ക്കുള്ള വിനോദയാത്രകളൊക്കെ ചെയ്യാനുള്ള സാധ്യത എന്ന് നമുക്ക് കണക്കാക്കാം. എന്നാൽ 2026 ഡിസംബറിൽ രാഹു അഷ്ടമഭാവത്തിലേക്കും കേതു 2ാം ഭാവത്തിലേക്കും എത്തുന്നുണ്ട്. ഈ സമയത്ത് സമ്മർദ്ദങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാകും. എത്ര നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് ശരിക്കും ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാകും. ശാരീരികമായിട്ടും അലച്ചിൽ ഉണ്ടാകും. ഈ സമയത്ത് എത്ര പരിശ്രമിച്ചാലും വിജയം ലഭിക്കുന്നില്ല എന്ന തോന്നൽ വീണ്ടും വീണ്ടും ഉണ്ടാകും. വ്യാഴം ഇതേ സമയത്ത് മിഥുനക്കൂറുകാരുടെ 3ാം ഭാവത്തിൽ അനിഷ്ട സ്ഥാനത്ത് വരുന്നതാണ്. അതായത് ചിങ്ങൻ രാശിയിലേക്ക് വ്യാഴം മാറും. അതാണ് ഇതിനൊരു കാരണം. 2027 വ്യാഴം ഉച്ചരാശിയിലേക്ക് തിരികെ എത്തുന്നതോടെ ക്രമേണ സാമ്പത്തിക പരാധീനതകളൊക്കെ കുറയും. ആ സമയത്ത് നന്നായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ സ്വന്തം സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. മാത്രമല്ല സ്ത്രീകൾ മുഖേന ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. ചെറുകിട കച്ചവടം ലാഭകരമാകും. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പരീക്ഷാ വിജയം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം പണമിടപാടുകളിൽ അബദ്ധങ്ങൾ സംഭവിക്കാതെ ശ്രദ്ധിക്കണം. പുണർദം അവസാന ഭാഗത്തിൽ ജനിച്ചവർക്ക് വർഷാദ്യത്തിൽ വ്യാഴം ജന്മക്കൂറിലും ശനി 9ലുമാണ്. ജന്മഗുരു ദോഷപ്രദമാണെന്നാണ് പൊതു നിയമങ്ങൾ പറയുന്നത്. എന്നാൽ ഉച്ചരാശി സ്ഥിതിയുള്ള വ്യാഴം ആയതുകൊണ്ട് ദോഷം വളരെ പരിമിതമായിട്ടേ അനുഭവപ്പെടുകയുള്ളൂ. സാമാന്യമായി നല്ല ഗുണവും പ്രതീക്ഷിക്കാം. ജോലി അനുകൂലമായിട്ട് മാറാനൊരു സാധ്യത ഈ സമയത്ത് ഉണ്ട്. എന്നാൽ നിലവിലെ ജോലി കരുതലോടെ മാത്രമേ ഉപേക്ഷിക്കാവുള്ളൂ. പുതിയ ജോലിയെപ്പറ്റി മനസ്സിലാക്കിയിട്ട് മാത്രമേ പഴയ ജോലി ഉപേക്ഷിക്കാവുള്ളൂ. ഈ സമയത്തുണ്ടാകുന്ന മറ്റൊരു ഗുണമെന്ന് പറയുന്നത് സന്ദർഭത്തിനനുസൃതമായിട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് സിദ്ധിക്കും.
പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകും. നിയമപരമായിട്ട് തന്നെ പിതൃസ്വത്ത് അല്ലെങ്കിൽ മാതൃസ്വത്ത് കിട്ടും. എങ്കിലും ജന്മവ്യാഴം പരിപൂർണമായിട്ട് ഗുണകരമല്ല. ചില സമയത്ത് ഒരു ഉദ്ദേശത്തിനായിട്ട് കരുതി വെച്ച പണം മറ്റാവശ്യങ്ങൾക്കായിട്ട് ചെലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കും. വ്യാഴം രാശി മാറുന്ന സമയം, അതായത് 2026 ഒക്ടോബർ മുതൽ മാനസിക പിരിമുറുക്കം വർദ്ധിക്കാൻ ചില കാരണങ്ങളുണ്ടാകും. ശനി 9 നിൽക്കുന്നത് ഭാഗ്യം തടയുമെന്നാണ് പൊതുവെ പറയുന്നതെങ്കിലും ശനി വ്യാഴത്തിൻ്റെ രാശിയിൽ വ്യാഴദൃഷ്ടിയോടെ നിൽക്കുന്നത് വർഷാദ്യത്തിൽ കുറേ ഗുണം നൽകുന്നതാണ്. കഠിന പരിശ്രമങ്ങളൊക്കെ ചെയ്താലും മുമ്പ് നിശ്ചയിച്ച പല കാര്യങ്ങളും വിജയം കൈവരിക്കും. വർഷത്തിൻ്റെ തുടക്കത്തിൽ അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നത് ഭാഗ്യാനുഭവങ്ങളെ ബാധിക്കും. 8-ൽ രാഹു എന്ന് പറയുന്നത് ആരോഗ്യത്തെയും ബാധിക്കും, ഭാഗ്യത്തെയും ബാധിക്കും. കേതു ആ സമയത്ത് 2-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പണം ചെലവഴിക്കുമ്പോൾ നല്ല കരുതലുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അബദ്ധം സംഭവിക്കാം. അനാവശ്യ വാക്തർക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുമൂലം സുഹൃത്തുക്കളുമായിട്ട് വിരോധമുണ്ടായേക്കാം. അലച്ചിൽ വർദ്ധിക്കുന്നതും ടെൻഷൻ കൂടുന്നതും കാരണമായി ദഹന പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും അസിഡിറ്റിയോ അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് ഉണ്ടല്ലോ, നമ്മുടെ പുളിച്ചത് കെട്ടി വരുന്ന അതുപോലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ സ്ഥിരമായിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചികിത്സ തേടാൻ മടിക്കരുത്. കാരണം പിന്നീട് അതാണ് അൾസറായിട്ട് മാറുന്നത്. അപ്പോൾ ദഹന പ്രശ്നങ്ങൾ ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ടതാണ്. ഈ രാഹു കേതു മാറുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടായേക്കും. 2026 ഡിസംബർ മാസമാകുമ്പോൾ രാഹു 7-ാം ഭാവത്തിലും കേതു ജന്മക്കൂറിലും വരും. ദാമ്പത്യത്തിൽ ഈ സമയത്ത് അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം. വ്യാഴം 2027 തിരികെ ഉച്ചരാശിയിൽ വരുന്നത് സാമാന്യം ഗുണം ചെയ്യുന്നതാണ്. ഒരു സ്ത്രീ മുഖേന ധനപരമായ നേട്ടം ഉണ്ടാകാൻ ഈ സമയത്ത് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെറിയ വ്യാപാരങ്ങൾ, ഏജൻസികളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയവും ആ സമയത്ത് ഉണ്ടാകുന്നതാണ്. എന്നാലും അലച്ചിൽ വർദ്ധിക്കും എന്നുള്ളൊരു പ്രശ്നവും ഉണ്ട്. പിന്നെ വ്യാഴം തിരികെ കർക്കിടകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, അതായത് ചിങ്ങത്തിലേക്ക് പോയ ശേഷം തിരികെ 2027 കർക്കിടകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കുടുംബ സമാധാനം ഉണ്ടാകും. ഈ സമയത്ത് സന്താന ഭാഗ്യം, ധനനേട്ടം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. കോടതിയിലുള്ള കേസുകളിൽ അനുകൂല വിധിയുണ്ടാകും. ബിസിനസ്സിലും സാമാന്യ വിജയം സിദ്ധിക്കുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് സമൂഹത്തിൽ നിന്ന് ആദരവ് ലഭിക്കും. കർമ്മരംഗത്ത് ഊർജ്ജവും വർദ്ധിക്കുന്നതാണ്. 2027 ജൂൺ മാസത്തിൽ ശനി മേടൻ രാശിയിലേക്ക് മാറും. ഇതൊരു പ്രധാന മാറ്റമാണ്. ഈ മേടൻ രാശിയിലേക്ക് ശനി മാറിക്കഴിയുമ്പം ഈ കർക്കിടകക്കൂറിൽപ്പെട്ട പുണർന്ന നക്ഷത്രക്കാർക്ക് കണ്ടക ശനിയാണ്, അതായത് കർമ്മഭാവത്തിലേക്കാവും ശനി വരുന്നത്. മേടം ശനിക്ക് അനുകൂല രാശിയുമല്ല. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യമുണ്ടാകാം, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തടസ്സമുണ്ടാകാം, ധനത്തിന് വിഷമവും ഉണ്ടായേക്കും. എങ്കിലും വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. വരവ് എത്ര കൂട്ടിയെടുത്താലും ചെലവ് അതനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സന്താനങ്ങൾക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് ഗുണം ഉണ്ടാകും. വ്യാഴം ചിങ്ങത്തിലേക്ക് പോകുന്നു, തിരികെ വരുന്നു. അപ്പം വ്യാഴത്തിൻ്റെ ഈ സ്ഥിതി കൊണ്ട് സന്താനങ്ങൾക്ക് ഗുണമാണ്. പക്ഷേ നമുക്ക് അതത്ര സുഖകരമല്ല. അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്ത് അല്പം നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾ വന്നേക്കാം. ഉത്തരവാദിത്വം വർദ്ധിക്കുന്നതാണ്. സഹോദരങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ പണമൊക്കെ അല്പം ചെലവഴിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകാം. വ്യാഴമാറ്റ സമയത്ത് തികച്ചും അവിചാരിതമായിട്ട് കുടുംബത്തിൽ അസ്വസ്ഥത ഉടലെടുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഗ്രഹമാറ്റങ്ങൾ കുറേയേറെ നടക്കുന്നുണ്ട് 2026 27 അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ആരോഗ്യവും ശ്രദ്ധിക്കണം, നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യകാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പണം ചെലവഴിക്കുമ്പോഴും കരുതലുണ്ടായിരിക്കണം. പുണർന്നം നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകളെപ്പറ്റി നോക്കുമ്പോൾ അവർ വിഷ്ണു ക്ഷേത്രങ്ങളിൽ തുളസിമാല സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ശ്രീരാമ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ തുടങ്ങിയ അവതാരമൂർത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് വഴിപാട് ചെയ്താലും മതിയാകും. ഈ വൈഷ്ണവ ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടാണ് പാൽപ്പായസം, തുളസിമാല, തൃക്കൈ വെണ്ണ തുടങ്ങിയ വഴിപാടുകൾ. ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ തൃക്കൈ വെണ്ണ സമർപ്പിക്കുക. ശ്രീരാമന്, ശ്രീകൃഷ്ണനൊക്കെ ആണെങ്കിൽ തുളസിമാല പൊതുവായിട്ട് സമർപ്പിക്കാം. നെയ്വിളക്ക് തെളിക്കാം. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഏത് വഴിപാടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യുക. ഇതൊന്നും പറ്റുകയില്ലെങ്കിൽ ഒരു 10 രൂപയുടെ എണ്ണ വാങ്ങിച്ചിട്ട് വലിയ വിളക്കിൽ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സർപ്പിക്കുന്നതിനാണ് പ്രാധാന്യം. കൊടുക്കുന്ന സാധനത്തിൻ്റെ വിലയുടെ അല്ല. ദൈവത്തിനെന്തിനാണ് സാധനത്തിൻ്റെ വില നോക്കിയാണോ ദൈവം അനുഗ്രഹം തരുന്നത്? അപ്പോൾ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും നമ്മുടെ മാനസിക തൃപ്തി അനുസരിച്ചുമുള്ള വഴിപാടുകൾ ചെയ്യുക.
പുണർദം നക്ഷത്രത്തിൻ്റെ ദേവത അതിഥിയാണ്, ദേവമാതാവാണ് അതിഥി. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മി ദേവിക്ക് അർച്ചന ചെയ്യുന്നത് വളരെ നല്ലതാണ്. പുണർദം നക്ഷത്ര ദിവസം ശ്രീരാമ പ്രതിഷ്ഠയോട് കൂടിയ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. ശ്രീരാമൻ്റെ തുളസിമാല സമർപ്പിക്കുക, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയോ അല്ലെങ്കിൽ നെയ്വിളക്കോ സമർപ്പിക്കുക. വളരെയേറെ ഗുണകരമാണ്, തടസ്സങ്ങൾ ഒരുപാട് മാറാനായിട്ട് നല്ലതാണ്. ശനിദോഷം മാറുന്നതിന് ശാസ്താവിന് നെയ്വിളക്ക് തെളിക്കുക, ശനിക്ക് എള്ളുതിരി തെളിക്കുക. ഇത് രണ്ടും വളരെ ഉത്തമമാണ്. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. ഇത് ചിങ്ങം മുതലുള്ള മാസങ്ങളിലായിട്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും നിങ്ങളുടെ സമയവും അനുസരിച്ച് ചെയ്തു പോവുക. കഴിയുന്നതും ഡിസംബറിന് മുമ്പായിട്ട് ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രാഹുകേതു മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഒരുപാട് പ്രയാസങ്ങൾ കുറഞ്ഞു കിട്ടും. മറ്റു മതക്കാർ ചെയ്യേണ്ട വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഇഷ്ട ഭക്ഷണം തയ്യാറാക്കി നൽകുന്നത് വളരെയേറെ അനുഗ്രഹം കിട്ടാൻ സഹായിക്കും. മാതാപിതാക്കൾക്ക് വളരെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കാണും. അപ്പോൾ അവരുടെ ആരോഗ്യം കൂടെ നോക്കണം. ചില ഇപ്പോൾ ഡയബറ്റിക്കൊക്കെ ഉള്ള ആളുകൾക്ക് ലഡു ഉണ്ടാക്കി കൊടുക്കരുത്, അതൊക്കെ ദോഷകരമല്ലേ. അപ്പോൾ അവരുടെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണം. അവർക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കി കൊടുക്കുക. പ്രായമായവർക്ക് സഹായങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളിനെ നമ്മൾ നടക്കാനായിട്ട് സഹായിക്കുക. അല്ലെങ്കിൽ ദൂരെ യാത്ര ചെയ്യാനായിട്ട് വാഹനമൊന്നും ഇല്ലാത്ത, എന്നാൽ ചില ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന പ്രായമായ ആൾക്കാർ കാണും, നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ പുറത്തുള്ളവരോ ഒക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒന്ന് സഹായിക്കുക, അവരെ കൂടെ ഒന്ന് കൊണ്ടുപോവുക നമ്മൾ പോകുമ്പോൾ. പിന്നെ പ്രാർത്ഥനകളും യഥാവിധി ചെയ്യുക. പിന്നെ എല്ലാ മതക്കാർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് കാക്കയ്ക്ക് എള്ള് ചേർത്ത ചോറ് കൊടുക്കുന്നത്. വളരെ ഗുണം ചെയ്യും. ഈ ശനി മാറ്റ സമയത്ത് മാനസികമായ സമ്മർദ്ദങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് വളരെ ഉത്തമമാണ്. പിതൃദോഷങ്ങൾ മാറാനും അത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാ മതക്കാർക്കും ചെയ്യാവുന്നതാണ് ആ കാര്യങ്ങളൊക്കെ. ഇത്രയുമാണ് നമുക്ക് പുണർദം നക്ഷത്രക്കാരുടെ സാമാന്യ ഫലങ്ങളും അവർ ചെയ്യേണ്ട പരിഹാരങ്ങളും. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനലിൽ വ്യക്തിപരമായ സംശയങ്ങൾക്ക് മറുപടി ആഗ്രഹിക്കുന്നവർ ചാനലിലൊന്ന് ജോയിൻ ചെയ്തിട്ട് അതിലെ വീഡിയോകളിൽ കമൻ്റായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി തരാൻ സാധിക്കും. അപ്പം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അനുഭവങ്ങളുമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചേർന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിലൊന്ന് ജോയിൻ ചെയ്യുന്നത് നല്ലതാണ്. താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കൊക്കെ വരുന്ന മലയാള വർഷം ഏറ്റവും അനുഗ്രഹപൂർണ്ണമാകട്ടെ, ദൈവാധീനം ഉണ്ടാകട്ടെ. ധനപരമായിട്ടും അതുപോലെ കുടുംബപരമായിട്ടും ഒക്കെ നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.